മനുഷ്യർ പൊതുവെ സമാധാനശീലരാണ്. അതിന് രാജ്യത്തിന്റെയോ മതങ്ങളുടെയോ വിശ്വാസത്തിന്റെയോ ദേശത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ല. പൊതുവെ മനുഷ്യരെന്നല്ല മറ്റു പല ജീവികളും സമാധാനപ്രിയരാണ്. എന്നിരുന്നാലും പലപ്പോഴും അത് സ്പർദ്ധയ്ക്ക് വഴിതെളിക്കുകയും ചിലപ്പോഴൊക്കെ യുദ്ധത്തിൽ അവസാനിക്കുകയും ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് എന്നറിയില്ല. നമുക്ക് ചിന്തിക്കാം. വീണ്ടും സില്ലി ടോക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സില്ലി ടോക്ക് ഓൺ സം സീരിയസ് മാറ്റേഴ്സ്. ഇപ്പോൾ ഈയിടെ വീണ്ടും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ശീത യുദ്ധം നിലനിൽക്കുന്ന അവസ്ഥയിൽ വീണ്ടും അത് വർദ്ധിച്ചു വരുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ യുക്രൈൻ പ്രശ്നം അല്ലെങ്കിൽ ഗാസ സ്ട്രിപ്പിന്റെ പ്രശ്നം, ഇങ്ങനെ അനവധി സിറിയൻ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും മനുഷ്യരാശിക്ക് വലിയ പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധങ്ങൾ വരുന്നത് അറിയില്ല. മനുഷ്യന്റെ വിശ്വാസം ചിലപ്പോൾ ഏകദൈവ വിശ്വാസം എന്ന് എല്ലാവരും സ്വീകരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന ആ വിശ്വാസ രീതി പോലും യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. എന്തുകൊണ്ടെന്ന് അറിയില്ല. ഈയിടെ നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ വീണ്ടും ഉലച്ചിൽ വന്ന ഒരു വെടിവെപ്പുണ്ടായി, തീവ്രവാദികളുടെ വെടിവെപ്പുണ്ടായി. അനേകം ആളുകൾ, ഏകദേശം 30ഓളം ആളുകൾ മരിച്ചുപോയി. ലോകം മുഴുവൻ ഇതിനെ അപലപിക്കുകയും ഇന്ത്യ ഇത് പാകിസ്ഥാന്റെ തന്നെ പ്രശ്നമാണെന്ന് പറയുകയും ചെയ്തു. എന്താണ് പറയുക, ക്രോസ് ബോർഡർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. അപ്പൊ ആ ടെററിസത്തിന്റെ ആക്ടിവിറ്റീസിന് ലോകം മുഴുവൻ ചെറുത്തു നിൽക്കാൻ എല്ലാവരും സന്നദ്ധരാണ്. പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. എന്നിരുന്നാലും പാകിസ്ഥാൻ പങ്കില്ല എന്നവർക്ക് പൂർണ്ണമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഹമാസിന്റെ ആ അറ്റാക്കിനോട് തീർത്തും സാമ്യമുള്ള ഒരു അറ്റാക്കായിരുന്നു ഇന്ത്യയിൽ നടന്നത്, പഹൽഗാമിൽ നടന്നത്. അതോടുകൂടി ഒരുപാട് അനുബന്ധ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്തു. യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. മനുഷ്യന്റെ വിശ്വാസം കൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാക്കാം. മനുഷ്യന്റെ മറ്റു വിഭവശേഷികൾക്കുള്ള ഏറ്റക്കുറച്ചിലൂടെ യുദ്ധങ്ങളെ നേരിടാം. അങ്ങനെ ഒന്നാണ് ഇന്ത്യ ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു ജല ഉടമ്പടി പിൻവലിച്ച ആ പ്രവൃത്തി. ഇതിനെ പാകിസ്ഥാൻ ഉണ്ടായേക്കാവുന്ന അനേകം പ്രത്യാഘാതങ്ങളുണ്ട്. പഹൽഗാം ഭീകരണാക്രമണത്തിന്റെ പശ്ചാത്തലം നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഒരുപാട് കാലമായി കാശ്മീരിന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു. ഇന്ത്യയുടേതെന്നും കാശ്മീർ ഒരു ഭാഗം പാകിസ്ഥാന്റേതാണെന്നും പാകിസ്ഥാൻ പറയുന്ന ആ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിമരുന്നിട്ടുന്നു. നീണ്ടുനിന്ന അനേകം ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്ത് അവസാനം ജലവിഭവശേഷി പങ്കിടൽ ഒരു ഉടമ്പടിയായി നമ്മൾ സ്വീകരിച്ചിരുന്നു. അതിനെ നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നു, IWT. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള, ലോകത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു ജല പങ്കിടൽ കരാറാണ്. ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ അന്നത്തെ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഇൻഡസ് അതായത് സിന്ധു, ജലം, ചെനാബ്, റാവി, ബിയാസ്, സത്ലജ്, ഇങ്ങനെയുള്ള 6 പ്രധാന നദികളുടെ ജലവിഭവം എങ്ങനെ പങ്കുവയ്ക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് വിവക്ഷ ചെയ്യുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്ന അനേകം നിയമങ്ങളും വകുപ്പുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും 2 രാജ്യത്തെയും കൃഷിക്കും ഗൃഹോപയോഗത്തിനും മറ്റു സാധാരണ അടിസ്ഥാന ഉപയോഗങ്ങൾക്കും വേണ്ട ജലം ഇതിലൂടെ കണ്ടെത്തുകയും പങ്കിടുകയും ചെയ്യുന്നു. തടസ്സമില്ലാതെ 2 രാജ്യങ്ങൾക്കും ജലം എത്തിക്കാനാണ് ഈ കരാർ ലക്ഷ്യമിട്ടത്. 1948 ഇന്ത്യയുടെ ജലതടസ്സവും 1951 പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെ പരാതിയും ഉൾപ്പെടെ മുൻകാല സംഘർഷങ്ങളുടെ ആ പശ്ചാത്തലത്തിലാണ് ഈ IWT അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന പേരുള്ള ഈ കരാർ നിലവിൽ വന്നത്. 5 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും 2025 ഈ കരാർ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ നിർണായകമായ ഘടകമായി തുടരുന്നു. എന്നാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആ ഭീകര ആക്രമണത്തോടനുബന്ധിച്ച് ഇതിന്റെ പ്രാധാന്യം വീണ്ടും കൂടി. 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യാഘാതങ്ങളും സ്പർദ്ധകളും വീണ്ടും വളർന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വാഗ അറ്റാരി ബോർഡറിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും നേരെ നിന്ന് അവരുടെ സൈനിക ശക്തി തെളിയിക്കുന്ന, ഉയർന്ന കാലുയർത്തിക്കൊണ്ട് സൈനിക വീർ തെളിയിക്കുന്ന അലങ്കാരികമായ ഒരു പ്രകടനമാണത്. 2 രാജ്യത്തെയും അനവധി ആളുകൾ, സിവിലിയൻസ് ഇത് കാണുകയും അതിലൂടെ 2 രാജ്യത്തിന് വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ബീറ്റിംഗ് റിട്രീറ്റ് എന്നാണ്, വാഗ അറ്റാരി ബീറ്റിംഗ് റിട്രീറ്റ്. അതിർത്തിയിലെ സൈനിക ചടങ്ങ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1959 മുതൽ ഇത് നടന്നു വരുന്നു. ദിനം പ്രതി
പതാക ഇറക്കൽ ചടങ്ങാണ് ഈ ബീറ്റിംഗ് റിട്രീറ്റ്. അതിനുവഴി തുറന്ന് ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സൈനികങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരേഡ് നടത്തുന്നു. ചടങ്ങിന്റെ അവസാനം ഒരു കൈക്കൂലി കൈമാറ്റമുണ്ട്. എന്നിട്ട് പതാക ഒരുമിച്ച് താഴ്ത്തുകയും ദേശസ്നേഹവും സൈനിക വൈരാഗ്യവും സൈനിക മൈറ്റ് ഒരുമിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ബീറ്റിംഗ് റിട്രീറ്റ്. നിരവധി സന്ദർശകർ ഇത് ആകർഷിക്കുന്നു. അനേകം രാജ്യങ്ങളിലുള്ള സന്ദർശകർ ഇത് കാണുന്നു. ലോകത്തിൽ തന്നെ ഇത് പ്രധാനമായ ഒരു സൈനിക പ്രകടനമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനോടുള്ള ബന്ധം കൂടുതൽ കുറയ്ക്കുന്നതിനായി അറ്റാരി വാഗ അതിർത്തി ചെക്ക് പോസ്റ്റ് തീർത്തും അടച്ചു. അതോടുകൂടി തന്നെ ഈ പ്രശ്നം ബീറ്റിംഗ് റിട്രീറ്റ് എന്ന ചടങ്ങ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ ചടങ്ങിന്റെ ഭംഗിയും ആഡംബരം കുറച്ചു. പതിവ് കൈക്കൂലി കൈമാറ്റം അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റങ്ങൾ ഒന്നും ഇല്ലാതാക്കി. ഇന്നത്തെ നിലയിൽ ഈ ചടങ്ങ് വളരെ വളരെ കുറച്ചായിട്ട് മാത്രം നടന്നു പോകുന്നു. ഈ നടപടി പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്രധാന ആദ്യത്തെ പ്രതികാര നടപടിയിൽ ഒന്നായി നമ്മൾ കണക്കാക്കുന്നു. പിന്നെയോ ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ പറയാവുന്ന കാര്യമാണ് സിംല കരാർ. സിംല അഗ്രിമെന്റ് പാകിസ്ഥാൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിംല കരാർ സംക്ഷിപ്ത വിവരണം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധങ്ങൾ സാധാരണഗതിയിലാക്കാനും ലക്ഷ്യമിട്ട് 1972 ജൂലൈ 2 ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അന്നത്തെ പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയാണ് ഷിംല കരാർ. അതിൽ പ്രധാന വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും അപ്പുറം ഇപ്പുറം വരുന്നുകൊണ്ട്, അതായത് ഉഭയകക്ഷി ചർച്ചകളോട് സമാധാനപരമായി പരിഹരിക്കണം എന്നാണ്. 1971 യുദ്ധത്തിന് ശേഷം നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ രേഖ, അതായത് അന്ന് എവിടെ വെച്ചാണോ വെടിനിർത്തി എന്ന് അംഗീകരിക്കപ്പെട്ടത്, അത് നിയന്ത്രണ രേഖയായി, അതായത് LOC ലൈൻ ഓഫ് കൺട്രോൾ ആയി അംഗീകരിക്കപ്പെട്ടു. ഈ കരാർ പ്രകാരം ഈ രേഖയെ ഏകപക്ഷീയമായി മാറ്റാൻ ശ്രമിക്കില്ലെന്നും ഒരു രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഏകപക്ഷീയമായി ഇതിനെ ഒരു മാറ്റവും വരുത്തില്ലെന്നും കരാറിൽ പറയുന്നുണ്ട്. മാത്രം യുദ്ധത്തിനിടെ പിടിച്ചെടുത്ത 13,000 ചതുരശ്ര കിലോമീറ്റർ, പലപ്പോഴും ഇത് അന്നത്തെ പട്ടാളക്കാർക്ക് പോലും വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. 13,000 കിലോമീറ്റർ മുഴുവൻ ഇന്ത്യ തിരിച്ചു നൽകി. തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങൾ നിലനിർത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാര്യമായി ഒന്നും നടന്നില്ല എന്നാണ് ഇന്ത്യൻ പക്ഷം. എന്നാൽ പാകിസ്ഥാൻ പക്ഷം അങ്ങനെയെങ്കിലും എന്തായാലും വലിയ ഒരു ഭൂപ്രദേശം പാകിസ്ഥാൻ നമ്മൾ തിരിച്ചു വിട്ടുകൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഈ ഷിംല കരാർ വന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പടിപടിയായി പുനഃസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ഈ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കണം. അഖിലലോക തലത്തില് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായി ഇതിനെ വളർത്തിയെടുക്കണം എന്നിവയൊക്കെ ഇതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. മാത്രമല്ല യാത്രാ സൗകര്യങ്ങള്, കാർഷിക പ്രവൃത്തിക്ക് വേണ്ട സൗകര്യങ്ങള് എന്നിവയൊക്കെ വീണ്ടും മെച്ചപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ നിർണായകമായ നയതന്ത്ര നാഴികക്കല്ലായിരുന്നു ഷിംല കരാർ. ഇപ്പോഴുമാണ്. ഭിന്നതകൾ സമാധാനമായി പരിഹരിക്കാൻ ഉഭയകക്ഷി സമീപനം ഉറപ്പാക്കിയ നിയന്ത്രണ രേഖയുടെ അടിസ്ഥാനത്തിൽ അതിർത്തി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഈ കരാറിന്റെ മുഖ്യ സാരാംശം. ഉടമ്പടിയിൽ ഉൾപ്പെട്ട നദികള് ഇനിയിപ്പം IWTയെ പറ്റി തന്നെ പറയാം. ഇതും നമ്മൾ റദ്ദാക്കിയിരിക്കുകയാണ് ഈ ഒരു സ്ഫോടനത്തോടുള്ള അല്ലെങ്കിൽ ഈ വെടിവെപ്പിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക്. അപ്പൊ അതിൽ ഇടപെട്ട നദികൾ നമ്മൾ പറഞ്ഞു 6 നദികളാണ്. അതില് 6 പ്രധാന നദികളുണ്ട്. പടിഞ്ഞാറൻ നദികൾ എന്ന് പറയുന്നു, കിഴക്കൻ നദികൾ എന്ന് പറയുന്നു. ഈ പടിഞ്ഞാറൻ നദികളാണ് സിന്ധു അല്ലെങ്കിൽ ഇൻഡസ്, ജലം, ചെനാബ്. കിഴക്കൻ നദികളോ റാവി, ബിയാസ്, സത്ലജ്. ഈ ഉടമ്പടിയുടെ പ്രധാന വശങ്ങളൊന്ന് നദികളുടെ വിനിയോഗം. പടിഞ്ഞാറൻ നദികൾ പൂർണ്ണമായും പാകിസ്ഥാൻ ലഭിക്കും. കിഴക്കൻ നദികൾ പൂർണ്ണമായി, അതായത് റാവി, ബിയാസ്, സത്ലജ് ഇന്ത്യക്ക് പൂർണ്ണമായും ലഭിക്കുകയും ചെയ്യുന്നു. പടിഞ്ഞാറൻ നദികളിൽ ഇന്ത്യയുടെ അവകാശങ്ങൾ പരിമിതമാണ്. കൃഷി, ജലശക്തി ഉൽപാദനം, അതായത് ജലസംഭരണി പാടില്ല. ജലസംഭരണി ഇല്ലാതെ ജലശക്തി ഉൽപാദനം, ഔദ്യോഗിക ഉപയോഗം എന്നിവയ്ക്ക് മാത്രമായി ഇന്ത്യക്ക് അത് നിജപ്പെടുത്തിയെടുക്കണം. പാകിസ്ഥാന്റെ ജലപ്രവാഹം ഒരിക്കലും തടസ്സപ്പെടുത്താനും പാടില്ല. ആ വിധത്തിൽ വേണം നിയന്ത്രണങ്ങൾ പാലിക്കണം. സ്ഥിര ഇൻഡസ് കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഇതിനു വേണ്ടി നടപ്പിൽ വരുത്തി. സ്ഥിര ഇൻഡസ് കമ്മീഷൻ, അതായത് സ്ഥിര സിന്ധു നദി കമ്മീഷൻ. ഇരു രാജ്യങ്ങളും സ്ഥിരം ഇൻഡസ് കമ്മീഷനിലേക്ക് കമ്മീഷണർമാരെ നിയോഗിക്കുന്നു. കഴിവുള്ള, ജലവിഭവശേഷിയിൽ കഴിവുള്ള, മറ്റു രാജ്യാന്തര ബന്ധങ്ങളിൽ കഴിവുള്ള ആളുകളെ ഇതിൽ സ്ഥിരം കമ്മീഷണർമാരെ നിയോഗിക്കുന്നു. ഇവർ വാർഷിക യോഗം ചേരുന്നു. അതുവരെയുള്ള ഈ ട്രീറ്റിയുടെ നടത്തിപ്പും പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആശങ്കകൾ പങ്കുവെക്കുന്നു, അത് പരിഹാരം കാണുന്നു. അങ്ങനെ വിവാദമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ എന്നാലും പലതരം വിവാദങ്ങളും ഇതിന് വന്നിരുന്നു.
കമ്മീഷൻ തലത്തിൽ എങ്ങനെ ഈ വിവാദങ്ങൾ പരിഹരിക്കും എന്നും അതിന് കൃത്യമായ രേഖകളുണ്ട്. അഥവാ ഈ രേഖകൾ പറഞ്ഞിട്ടിരുന്ന കാര്യങ്ങൾ കൊണ്ട് ഇത് കഴിയില്ല എങ്കിൽ ഒരു ന്യൂട്രൽ എക്സ്പേർട്ടിന്, ഈ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തും ചേരാത്ത തരം ഈ കാര്യങ്ങളിൽ പ്രത്യേക വിവരമുള്ള, സാങ്കേതിക വിഷയങ്ങൾ പ്രാവീണ്യമുള്ള, രണ്ടു പക്ഷവും ചേരാത്ത ഒരാളെ ഏൽപ്പിക്കണം. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ വീണ്ടും യോഗം ചേരുകയും തീർന്നില്ലെങ്കിലോ ആർബിട്രേഷൻ കോടതിയിൽ പോവാം, നിയമപരമായ വ്യാഖ്യാനം തേടാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ ഈ ഒരു ജല പങ്കിടൽ കരാറിന്റെ വ്യവസ്ഥകൾ. ഇൻഡസ് ജല ഉടമ്പടിയുടെ പ്രാധാന്യം ഇത് രണ്ട് രാജ്യത്തെയും കൃഷി മുതൽ ഇന്ധനം ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ രീതിയിലും ജനത്തെ ബാധിക്കുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിജയകരമായ ജല പങ്കിടൽ കരാറുകൾ ഒന്നായിട്ട് IWTA ലോകം കണക്കാക്കുന്നു. പലപ്പോഴും യുദ്ധങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഉണ്ടായിട്ടും കരാർ നിലനിന്നു, ഏകദേശം പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ. നേരിട്ട് ജലയുദ്ധം ഒഴിവാക്കാൻ ഇത് സഹായിച്ചു. അപ്പൊ ജലവിഭവം എന്ന ആ വിഭവത്തെ ഉപയോഗിച്ചും യുദ്ധം വേണ്ട രീതിയിൽ നയിക്കാം. ആയുധങ്ങൾ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. വലിയ സ്ഫോടനശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യൂ എന്നൊന്നുമില്ല. ഇങ്ങനെയുണ്ട്. അപ്പൊ എന്നാൽ പുതിയ ഡാമുകളും പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും ഈ IWTയുടെ പ്രസ്താവനയിൽ പ്രശ്നങ്ങൾ, വിലക്കുകൾ വരികയും ലംഘനങ്ങൾ വരികയും പുതിയ സംഘർഷങ്ങൾ വരികയും ചെയ്യുന്നു. ഇന്ത്യയുടെ പുതിയ തീരുമാനം, പ്രഖ്യാപനങ്ങൾ, പാൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കരാർ നിർത്തിവെച്ചത് ദക്ഷിണേഷ്യൻ ജിയോ പൊളിറ്റിക്കൽ അവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് പ്രധാന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ജലസുരക്ഷ പ്രതിസന്ധി ഉണ്ടാക്കും. ഇത് പടിഞ്ഞാറൻ നദികളുടെ ജലപ്രവാഹം വാർഷികം ഏകദേശം 39 ബില്യൺ ക്യൂബിക് മീറ്റർ ആണ്. വലിയൊരു അളവിലാണ് വെള്ളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തടയപ്പെടുന്നു. പാകിസ്ഥാന്റെ കൃഷിയും കുടിവെള്ളവും വൈദ്യുതിയും ഇത് അപകടത്തിലാക്കിയേക്കാം. പാകിസ്ഥാന്റെ കൃഷിഭൂമിയിൽ 80% ഏകദേശം 1.6 കോടി ഹെക്ടർ ഈ ജലശേഷി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിയമപരവും നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ കരാർ ലംഘനമായി ഇത് കാണപ്പെടാം. അപ്പൊ ഇതൊരു കരാറിന്റെ ലംഘനമായിട്ട് അഖിലലോക തലത്തില് ചർച്ചയ്ക്ക് വരാം. പാകിസ്ഥാൻ അന്തർദേശീയ ഫോറങ്ങൾ ഇത് ഉന്നയിക്കാം. UN പോലെയുള്ള മറ്റ് ഫോറങ്ങൾ ഇത് ഉന്നയിക്കാം. മാത്രമല്ല നടപടി സ്വീകരിക്കാൻ വേണ്ടി അവരുടെ സഹായം തേടുകയും ചെയ്യാം. ഇരു രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം ഇത് വർദ്ധിപ്പിക്കുന്ന ഉറപ്പാണല്ലോ. ഇപ്പൊ തന്നെ സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ്. കാശ്മീരിലെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ കടുത്ത നിലപാട് വ്യക്തമാക്കുന്ന പാകിസ്ഥാൻ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തൊക്കെ പ്രതികാര നടപടികളാണ് അവർ സ്വീകരിക്കുക എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സൈനികപരമായി അതിന് വിശകലനം ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഇന്ത്യൻ സൈന്യം ലോകോത്തരമായ സൈന്യം തന്നെയാണ്. അതുകൊണ്ട് അവരത് വിശകലനം ചെയ്തതിന് ശേഷം മാത്രം തന്നെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കും. എന്നിരുന്നാലും അതിലെ പ്രാദേശിക സ്ഥിരതയും അന്തർദേശീയ ആശങ്കകളും നമ്മൾ മുൻകൂട്ടി കാണേണ്ടി. ഇരു രാജ്യങ്ങളും ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളാണ്. അതിനാൽ തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ വയ്യ. സൈനിക സംഘർഷത്തിന്റെ സാധ്യതയുണ്ട്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതിന് രണ്ട് രാജ്യങ്ങളിലും ബുദ്ധിയുള്ള ആളുകളുള്ളതിനാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സാധാരണ ജനങ്ങൾക്ക് ഒരു യുദ്ധത്തിൽ ഇത് കലാശിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്നാലും സഹകരണത്തിന് തടസ്സമുണ്ട്. ലോകബാങ്ക് പോലെയുള്ള അന്തർദേശീയ മധ്യസ്ഥരുടെ പങ്ക് നിർണായകമാവും ഇനി ഇന്ത്യ പാക് ബന്ധങ്ങളിൽ. ഭാവിയിലെ ജല ഉടമ്പടികൾക്കും ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. ഇനിയും ജല ഉടമ്പടികൾ വേണ്ടി വരുമല്ലോ. അതിനൊക്കെ ഈ ഒരു ഉടമ്പടി ലംഘനം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ലോകത്തിന് തന്നെ ജല പങ്കിടലില് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി. അങ്ങനെ ഭാവിയിലെ പല ചർച്ചകൾക്കും പല സ്രോതസ് പങ്കിടൽ വ്യവസ്ഥകൾക്കും ഇത് മാതൃകയാക്കിയിരുന്നത് കൊണ്ട് അത് ലംഘനം പ്രശ്നവും ഉണ്ടാക്കാം. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തില് ബംഗ്ലാദേശിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഗംഗാജല പങ്കിടൽ വ്യവസ്ഥ അവർ തമ്മിലുണ്ട്. അപ്പോ അതില് ബംഗ്ലാദേശും ഇതിന് ആശങ്ക ഉണ്ടായിരിക്കാം. നാളെ ബംഗ്ലാദേശിലേക്കും, പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ ഈയിടെ ഒരു മതനേതാവിനെ, ഹിന്ദു മത നേതാവിനെ അവര് പിടിച്ചുകൊണ്ടുപോവുകയും കൊല ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ അവരോടും ഒരു പക്ഷേ പ്രതികാര നടപടികൾ എടുത്താലോ എന്ന് അവര് ആശങ്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇത് ഈ ഒരു മേഖലയിൽ തന്നെ ഈ സംഘർഷം നിലനിർത്തിയേക്കാം. അത് ഇന്ത്യയുടെ ഇൻഡസ് ജല ഉടമ്പടി പിൻവലിക്കൽ, ദക്ഷിണേന്ത്യ ജല സുരക്ഷാ നിയമം, പ്രാദേശിക സ്ഥിരത എന്നിവയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുക എന്നുള്ള ഉറപ്പാണ്. മാത്രമല്ല ഈ യുദ്ധം, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് വിവിധ മാനങ്ങൾ ഉണ്ടാക്കും. നമ്മൾക്കറിയാം ബയോളജിക്കൽ വെപ്പൺസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അറിയാം. എന്തായാലും ചില രാജ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കൊറോണ വന്നപ്പോൾ പോലും അങ്ങനെയാണ് എന്ന് ചിലർ ഊഹാപോഹങ്ങൾ പറഞ്ഞു വിട്ടിരുന്നു. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ചുകൂടി ജനസമ്മതിയുള്ള തരം കാര്യങ്ങളാണ്. ഇന്ത്യ എന്തായാലും
വളരെ സൂക്ഷിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാം. 2 രാജ്യങ്ങളിലേക്കുള്ള ജലപ്രവാഹം ഇതുകൊണ്ട് തടയും. മാത്രമല്ല മറ്റു പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും BBC പോലുള്ള ചില പത്രങ്ങൾ ഇന്ത്യക്ക് ഇത്രയും ജലം ഒതുക്കി നിർത്താൻ പറ്റുമോ എന്ന് സംശയിച്ചിരുന്നു. അതിന് പരിഹാരം 3 അണക്കെട്ടുകളുടെ നിർമ്മാണത്തിൽ ഒരുപാട് ലംഘനങ്ങൾ ഉള്ളതിനാൽ, വിലക്കുകൾ ഉള്ളതിനാൽ ആ വിലക്കുകൾ മറികടന്ന് ആ അണക്കെട്ടുകൾ മുഴുവൻ വീണ്ടും പൂർണ്ണമായി എടുക്കുമ്പോൾ ഈ ജലം ഇന്ത്യക്ക് തന്നെ ഉപയോഗിക്കാം എന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം. എന്നാലും ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം നിർത്തുന്നു. ഇതിനിടയ്ക്ക് ഒരു ക്രിക്കറ്റിയർ, പാകിസ്ഥാൻ ക്രിക്കറ്റിയർ പറഞ്ഞു, ഇന്ത്യക്ക് എന്ത് തെളിവാണുള്ളത് പാകിസ്ഥാനിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിച്ചു. ലോകം മുഴുവൻ ഇത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും ഇത് ഗാസയിൽ നിന്നുള്ള ഹമാസിന്റെ ഇസ്രായേൽ അറ്റാക്കിനോട് വളരെയധികം സാമ്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സാമാന്യ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കുകയും അവരുടെ നിർദ്ദേശം എങ്ങനെയൊക്കെയാണോ എന്ന് പറയുകയും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഇതിലുണ്ടെങ്കിൽ ഞങ്ങളോട് പറയൂ, ഞങ്ങളോട് നേരിട്ട് പറയൂ. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ നമ്മുടെ ഒരു സംക്ഷിപ്ത അഭിപ്രായങ്ങൾ ഒരു നല്ല തീരുമാനങ്ങൾ 2 രാജ്യങ്ങൾക്ക് എടുക്കാനുള്ള സഹായകമായി വർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാ യുദ്ധങ്ങളും, മനുഷ്യർ തമ്മിലുള്ള എല്ലാ യുദ്ധങ്ങളും നിന്ന് സാഹോദര്യം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ചും എല്ലാവരുടെയും ദൈവം തന്നെയാണെന്നും വിശ്വസിക്കാത്ത, അതായത് ദൈവ നിഷേധികളായിട്ടുള്ള ആളുകളുടെ വിശ്വാസം പോലും ശരിയാണെന്നും അംഗീകരിക്കാനുള്ള ആർജവം നമ്മൾക്ക് ലഭിക്കട്ടെ. അങ്ങനെ ഒരു ശാന്തമായ ഒരു ലോകം പുലരട്ടെ. ഒരുപാട് കാലം ഈ ഭൂമി ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നും പ്രത്യാശിക്കാം. വീണ്ടും ഇത്തരത്തിലുള്ള അഖില ലോക പ്രധാനമായ കാര്യങ്ങളുമായി ഞങ്ങൾ വരുന്നവരെ ബൈ. ആൻഡ് എല്ലായ്പ്പോഴും ഞങ്ങളുടെ സിലി ടോക്ക് കാണണം എന്ന് ഞങ്ങൾ ദയവായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.